ഈ വർഷം മേള നടക്കുന്ന അവസാനത്തെ 2 ദിവസങ്ങളിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. ആദ്യത്തെ ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ഒട്ടകങ്ങളുമായിട്ട് രാജസ്ഥാൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ട് വരികയും ഇവിടെ ഒട്ടകങ്ങളുടെ കച്ചവടം നടത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ഒട്ടക പന്തയത്തോടു കൂടിയിട്ടാണ് എല്ലാ വർഷവും മേള ആരംഭിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് വലിയ ആഘോഷമായിട്ട് ഇത് മാറുകയാണ്. അതിന് ഭാഗമായിട്ട് കലാമേളകൾ, കായികമേളകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ തരം കന്നുകാലികളുടെ പ്രദർശനവും അതിൻ്റെ കച്ചവടവും ഒക്കെ ഈ മേളയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിൽ ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. രാജസ്ഥാനിലെ തന്നെ പരമ്പരാഗത കലാകാരന്മാരുടെ കലാപ്രകടനങ്ങൾ തുടങ്ങി പല നിറത്തിലും വർണ്ണങ്ങളിലും ഒട്ടകങ്ങളെ അലങ്കരിച്ച് അവതരിപ്പിക്കുന്നതെല്ലാം ഇതിൻ്റെ പ്രധാന ഭാഗങ്ങളാണ്. ഒട്ടകങ്ങൾ, ചെമ്മരിയാടുകൾ, പശുക്കൾ, കുതിരകൾ, അങ്ങനെ പല തരത്തിലുള്ള മൃഗങ്ങളെ ഈ സമയത്ത് ഇവിടുന്ന് വാങ്ങാനും വിൽക്കാനും ഒക്കെ സാധിക്കും. ഏതാണ്ട് 25,000 രൂപ മുതലാണ് ഇവിടെ ഒട്ടകങ്ങൾക്ക് വില വരുന്നത്. നൃത്തം ചെയ്യുന്ന ഒട്ടകങ്ങൾ വരെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ നമുക്കത് കാണാനൊന്നും പറ്റില്ല. ഇതിൻ്റെയൊക്കെ വില ഏതാണ്ട് 1 ലക്ഷം രൂപയൊക്കെ വരും എന്നാണ് നമ്മളോട് ആളുകൾ ഇങ്ങനെ പറഞ്ഞു തന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പുഷ്കറിലുള്ള ഒരു സാവിത്രി ദേവിയുടെ ഒരു ടെമ്പിളിൻ്റെ ഫ്രണ്ടിലാണ്. ഇത് അവിടെ അങ്ങ് ടോപ്പിൽ ആ മലമണ്ടയിലാണ് ഈ ടെമ്പിൾ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കേബിൾ കാറിൽ മുകളിലേക്ക് പോകാൻ പറ്റും. ഒരാൾക്ക് 130 രൂപയാണ് അപ്പ് ആൻഡ് ഡൗണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരെ മുകളിലേക്ക് പോകുന്നു, അവിടുത്തെ സംഭവങ്ങളൊക്കെ കാണുന്നു. അപ്പോൾ അത് ഞങ്ങൾ കേബിൾ കാറിൽ കയറാനുള്ളത് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങളിപ്പോൾ ഇത് മേളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഇതിപ്പോൾ മേളിലേക്ക് പോയിട്ടുള്ള നമ്മുടെ കേബിൾ കാർ തിരിച്ചു വന്നാൽ ഞങ്ങൾ അതിനകത്ത് കയറുന്നു, ഞങ്ങൾ മേളിലേക്ക് പോകുന്നു. അപ്പോൾ ഞങ്ങൾ കാറ് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ 2 സുഹൃത്തുക്കളും വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. ഞങ്ങളിപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. അതേ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് കേബിൾ കാറിൽ വെച്ച് കാണാം. ഞങ്ങൾ നമ്മൾ കേബിൾ കാറിൽ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഇപ്പം ഇതിന് ഗ്ലാസ് ഒക്കെ ആകെ പ്രശ്നമാണ്. ഫോറിലൊക്കെ വീണിരിക്കുന്നു, നമുക്കൊന്നും വ്യൂ എടുക്കാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ ഇപ്പം ഇതിലിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംഭവം കാണാൻ പറ്റും. ഈ കാണുന്നതാണ് പുഷ്കർ ടൗൺ ആണ്. ഈ കാണുന്നത് മൊത്തം മലമുകളിൽ കയറി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുഷ്കർ ടൗൺ മൊത്തം കാണാൻ പറ്റും. ഒരു രക്ഷയില്ല, സൂപ്പർ വ്യൂ ആണ്.
ഇപ്പോഴത്തെ ഞങ്ങൾ ഇവിടെ സാവിത്രി ദേവിയുടെ ടെമ്പിളിൻ്റെ ഫ്രണ്ടിലാണ്, മേളിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴേക്ക് കാണാൻ പറ്റും. പുഷ്കർ ടൗണ് ഫുള്ള് ഇവിടുന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും. വൈഡായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അടിപൊളി വ്യൂ ആണ് ഇതിൻ്റെ ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ. ഇതിലേക്കാണ് നമ്മളിപ്പം കേബിൾ കാറിൽ ഇങ്ങോട്ട് കയറി വന്നത്. ഇവിടെ വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. നല്ലൊരു ആംബിയൻസ് ആണ് വെച്ചാൽ വൈകുന്നേരം ടൈമും കൂടെ ആയിക്കഴിഞ്ഞപ്പം നല്ലൊരു മൂഡുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. എന്തായാലും നല്ല അടിപൊളിയാണ്, ഭയങ്കര സെറ്റപ്പാണ്, നൈസാണ്. ഒരു രക്ഷയില്ല. ഇപ്പോൾ ഇവിടെ ഈ താഴെ കൂടെ നടന്നു വരാനുള്ള വഴിയൊക്കെ ഉണ്ട്. നമുക്ക് താഴെ നിന്ന് വേണമെങ്കിൽ നടന്ന് കയറാൻ പറ്റും. അപ്പം നടന്ന് കയറാനുള്ള വഴി സംഭവങ്ങളെല്ലാം ഉണ്ട്. പുഷ്കറിന്റെ തടാകമുണ്ട് അവിടെ കാണുന്നത്, അത് നമുക്ക് കാണാൻ പറ്റും. അടിപൊളി വ്യൂ ആണ്, ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മളിതേ സാവിത്രി ദേവി ടെമ്പിളിലെ കാഴ്ചകളൊക്കെ കണ്ട് അവസാനിപ്പിച്ച് അവിടുന്ന് ഇതേ ഇപ്പോൾ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഇപ്പോൾ അത് വൈകുന്നേരം ആയിട്ടുണ്ട്, ഏതാണ്ട് 6:30 സമയമായിട്ടുണ്ട്, ഇരുട്ടാകാൻ തുടങ്ങി. ഇനി നമ്മളിവിടുന്ന് നേരെ പുഷ്കർ മേള നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. അവിടെ രാത്രി ഒരുപാട് പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നൈറ്റ് ഫുൾ ഫെസ്റ്റിവൽ മൂഡിലുള്ള കാഴ്ചകൾ ഇങ്ങനെ നമ്മളെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളാണ് ഇനി പകർത്താൻ പോണേ. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. അങ്ങനെ നമ്മുടെ പുഷ്കറിലെ ആദ്യത്തെ ദിവസം ഇവിടെ ഇങ്ങനെ അവസാനിക്കാൻ പോവുകയാണ്. ഇപ്പോൾ രാത്രിയത്തെ കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഇവിടെ കണ്ടു. നാളെ നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനായിട്ട് ഇനിയും ബാക്കി കിടപ്പുണ്ട്. പ്രത്യേകിച്ച് പുഷ്കർ ലേക്കും ഇവിടുത്തെ സ്ട്രീറ്റുകളും കാര്യങ്ങളും ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അതും നാളെ, പ്രത്യേകിച്ച് നാളെ ഇത് അവസാനിക്കുന്ന ദിവസമാണ്. സമാപനത്തിനുള്ള കുറേ പ്രോഗ്രാമുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം ഇനി നമുക്ക് നാളെയാണ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മളോട് തുടരുക. നാളത്തെ പുതിയ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.